പാകിസ്ഥാനിലെ കൊടും ഭീകരനായ തഹാവൂർ റാണ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിലാണ് തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്തത്. അമേരിക്ക ഔദ്യോഗികമായി അമേരിക്കയുടെ പ്രസിഡൻറ്റും അമേരിക്കയിലെ സുപ്രീം കോടതിയുടെയും എല്ലാം പൂർണ്ണ അറിവോടെയും അംഗീകാരത്തോടെയും കൂടെയാണ് ഈ കൈമാറ്റം നടന്നിരിക്കുന്നത്. സാങ്കേതികപരമായി റാണ ഒരു പാകിസ്ഥാൻ പൗരനല്ല എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് വിശദവിവരങ്ങൾ കാണിക്കുന്ന അദ്ദേഹം ഒരു കനേഡിയൻ ആണെന്നാണ്. പക്ഷെ നമുക്ക് വ്യക്തമായിട്ടറിയാം അദ്ദേഹം ഒരു പാകിസ്ഥാനിലെ വംശജനാണ്. മാത്രമല്ല പാകിസ്ഥാനിലെ ISIയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് ഇതിനകം തെളിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും ഒരുപക്ഷെ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ സഹായിച്ചത് മറ്റൊരു ഭീകരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന അമേരിക്കൻ പൗരനായ പാകിസ്ഥാൻ വംശജനാണ്. ഇവർ രണ്ടുപേരും കൂടി നടത്തിയ പ്രവർത്തനത്തിൽ അത് ഇന്ത്യയിൽ തന്നെ ഡേവിഡ് കോൾമാൻ വരാനും ഇന്ത്യയിലൊരു ട്രാവൽ ഏജൻസിയുടെ സഹായത്തോടെ അല്ലെങ്കിൽ സ്വന്തമായ ട്രാവൽ ഏജൻസി നടത്തുന്നുള്ള ഒരു നാട്യത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ സന്ദർശിക്കാൻ ഡേവിഡ് ഹെഡ്ലിക്ക് കഴിയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ സഹായിച്ച പ്രധാനപ്പെട്ട ആളാണ് തഹാവൂർ റാണ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. ഡേവിഡ് ഹെഡ്ലിയെ അമേരിക്ക അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തതാണ്. റാണയെയും അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ബോംബെ സംഭവം നടന്ന ഏതാണ്ട് ഒരു കൊല്ലത്തിനകം ഇവർ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ഇവരെ കൈമാറ്റം ചെയ്യാനായി നമ്മൾ എത്രയോ പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും അത് അമേരിക്ക മടിക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്തു. ഇക്കാര്യത്തെക്കുറിച്ച് അന്നത്തെ യൂണിയൻ ഹോം സെക്രട്ടറി ആയിരുന്ന GK പിള്ള ഇന്നലെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ ഇടുങ്ങിയ താല്പര്യങ്ങൾ, അവരുടേതായ ദേശീയ താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് പലപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് ഡേവിഡ് ഹെഡ്ലിയെയും തഹാവൂർ റാണയെയും ഇന്ത്യക്ക് കൈമാറ്റം ചെയ്യാൻ വൈകിപ്പിച്ചത് അല്ലെങ്കിൽ വൈകിക്കാൻ കാരണമാക്കിയത്. നമുക്കിപ്പോഴും പ്രധാനപ്പെട്ട ആളെ ഇനിയും കിട്ടാനുണ്ട്, ഡേവിഡ് ഹെഡ്ലിയെ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ ഇടുങ്ങിയ താല്പര്യത്തിലാണ് ഇത്രയും വൈകാൻ കാരണമെന്നും യൂണിയൻ ഹോം സെക്രട്ടറി ആയിരുന്ന GK പിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളെല്ലാം ഇന്ന് വാർത്തയിൽ വായിച്ചതുമാണ്. ഈ 26/11/2018 മുംബൈ ഭീകരാക്രമണം നടന്നത്. മുംബൈയിലെ പ്രശസ്തമായ താജ് ഹോട്ടലിൽ മാത്രമല്ല മുംബൈയിലെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം ഉണ്ടാവുകയും ബോംബുകൾ പൊട്ടുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതൽ ഭീകരമായി സംഭവിച്ചത് വളരെ പ്രശസ്തമായ മോണ്യുമെൻ്റലായ താജ് ഹോട്ടലിൽ തന്നെയായിരുന്നു. നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതയാണ് ഈ ആക്രമണത്തിൽ കണ്ടത്. പാകിസ്ഥാനിൽ നിന്ന് കടൽ മാർഗം 10ഓളം പേർ ഇവിടെ എത്തുകയും ബോംബെയുടെ അനൗദ്യോഗിക തീരങ്ങളിലെത്തി അവിടെ നിന്ന് കരയിലേക്ക് വന്ന ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമല്ലാതെ മറ്റെന്താണ്? ഒരു കൺവെൻഷണൽ വാർ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കുറച്ച് തീവ്രവാദികൾ മറ്റൊരു രാജ്യത്തിലേക്ക് കടൽ മാർഗം കടന്നു വന്ന് അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ കൊണ്ട് ആ രാജ്യത്തിലെ ജനങ്ങളെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ ബന്ദികളാക്കി വെക്കുക, ഇതൊരിക്കലും നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലാത്തതുമാണ്. പക്ഷെ ഇതിന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സൂത്രധാരകൻ എന്ന് പറയുന്നത് ലഷ്കർ-ഇ-തോയ്ബയുടെ നേതാവ് ഹഫീസ് സയ്യിദാണ്. അപ്പോൾ ഹഫീസ് സയ്യിദും ഡേവിഡ് ഹെഡ്ലിയും തഹാവൂർ റാണയും എല്ലാം ഒന്നാന്തരം ISI ഏജന്റുമാരാണ്. അപ്പോൾ ISIയുമായി നിരന്തരം പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ നവംബർ 26, 2008 നടന്നത്. ഇന്നിപ്പോൾ 16 കൊല്ലത്തിന് ശേഷം അതിലെ പ്രധാനപ്പെട്ട ഒരാളെ നമുക്ക് അമേരിക്ക കൈമാറ്റം ചെയ്തത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രസിഡന്റ് ട്രംപിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിവാദപരമായ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും തീവ്രവാദം ഒരിക്കലും അഭിലഷണീയമല്ല, അത് തകർക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്തൊരു നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. അതുകൊണ്ട് തന്നെ മോദിക്ക് ഇക്കാര്യത്തിൽ ട്രംപുമായി ഒരു തീരുമാനത്തിലെത്താൻ വളരെ എളുപ്പമായിരുന്നു അദ്ദേഹം രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ. അതിനെതിരെ സുപ്രീം കോടതിയിലൊക്കെ റാണ ചെന്നെങ്കിലും 2 സുപ്രീം കോടതി ജഡ്ജിമാർ ഇക്കാര്യത്തിൽ
ഇടപെടാൻ വിസമ്മതിക്കുകയും തീർച്ചയായിട്ടും അമേരിക്കൻ അന്തർദേശീയ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് പൂർണ്ണ അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ റാണ ഇന്ത്യൻ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയാളെ കൊണ്ടുപോയിട്ടുണ്ട്. തുടർന്ന് ഔപചാരികമായി അറസ്റ്റ് ചെയ്യുകയും റിപ്രിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി ചർച്ച ചെയ്യേണ്ടത്. ഇനി എന്ത് എന്നുള്ള ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളത് കൂടി മനസ്സിലാക്കും. ഇക്കാര്യത്തിൽ പാകിസ്ഥാന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒട്ടും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നമുക്ക് വളരെ വ്യക്തമാണ്. അത് ഇന്ത്യയോട് മാത്രമല്ല പാകിസ്ഥാൻ ഇത് ചെയ്തത്. മാത്രവുമല്ല, അന്തർദേശീയ തീവ്രവാദ ബന്ധങ്ങളിൽ പാകിസ്ഥാൻ വഹിച്ച നിർണായക പങ്കിൻ്റെ ഒരു തെളിവാണ് ഒസാമ ബിൻ ലാഡനെ പാകിസ്ഥാൻ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ സമീപത്തുള്ള റാവൽപിണ്ടിയിൽ വെച്ച് വധിക്കാൻ അമേരിക്കൻ സേനയ്ക്ക് കഴിഞ്ഞത്. അതിൽ കൂടുതൽ നമുക്ക് വ്യക്തമായ തെളിവുകൾ വേണ്ട ആവശ്യമില്ല. പാകിസ്ഥാനിൽ തീവ്രവാദം പഴയ കാലം മുതലേ ശക്തമായിരുന്നു. അതിന് അന്നത്തെ സാമ്രാജ്യത്വ ശക്തികളിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികൾ സഹായം നൽകിയിട്ടുള്ളതായി ആക്ഷേപമുണ്ട്. എന്തായാലും മയക്കുമരുന്നും തീവ്രവാദവും അത്തരത്തിലുള്ള രാഷ്ട്രീയ മതമൗലികവാദവും എല്ലാം കൂട്ടിച്ചേർന്നുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയം പാകിസ്ഥാനിൽ വിളഞ്ഞപ്പോൾ അത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഫെഡറലി അഡ്മിനിസ്ട്രേറ്റഡ് ടെറിട്ടോറിയൽ ഏരിയ, സ്വാട്ട് വാലി ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, തീവ്രവാദികളും അതോടൊപ്പം മയക്കുമരുന്ന് ബന്ധങ്ങളുമായി ഉള്ള ആൾക്കാരും അതിൻ്റെ നേതൃത്വവും എല്ലാം കൂടിച്ചേർന്നുള്ള ഒരു പ്രവർത്തനം, അതിന് വിദേശ ഫണ്ടിങ്, ഇത് ദീർഘകാലമായി പാകിസ്ഥാനെ നശിപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് അവിടുത്തെ പട്ടാളത്തിൻ്റെ പങ്കും ഇക്കാര്യത്തിൽ നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് പാകിസ്ഥാനും ഒട്ടും മറച്ചു വയ്ക്കാനും പറ്റില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം പാകിസ്ഥാൻ്റെ പട്ടാളത്തെ അറിവില്ലാതെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് റാണ പറയാൻ പോകുന്നത്. അത് എളുപ്പമൊന്നും അദ്ദേഹം പറയുമെന്നും തോന്നുന്നില്ല. പക്ഷേ NIA ടീം ഇപ്പോൾ തന്നെ അതിന് തയ്യാറായിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്തരം തീവ്രവാദികളുമായി ചർച്ച ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യക്തത വരുന്നത്. അത് പാകിസ്ഥാനിലെ പട്ടാളത്തിലെ ചിലരെങ്കിലും ഇക്കാര്യത്തിൽ നേരിട്ട് ഇൻവോൾവ് ആണ്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഒരു പൊതുസമൂഹം ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം അവിടുത്തെ സിവിലിയൻ ഭരണകൂടത്തിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. പട്ടാളമാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മതമൗലികവാദികളുടെ നേതൃത്വവും പട്ടാളവും ചേർന്ന ഒരു അവിഹിത ഭരണമാണ് പാകിസ്ഥാനിൽ എത്രയോ കാലമായി നടക്കുന്നത്. അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ അപ്പോൾ തന്നെ അവർ ജയിലിലിടുകയോ ശിക്ഷിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പാകിസ്ഥാൻ ചരിത്രത്തിലുണ്ട്. പാകിസ്ഥാന്റെ പ്രശ്നം എന്ന് പറയുന്നത് അതിനിപ്പോഴും അതിൻ്റെ സെൽഫ് ഐഡന്റിറ്റി എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നും എക്കാലവും ഇന്ത്യ വിരോധം കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഇനിയെങ്കിലും പാകിസ്ഥാൻ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പാകിസ്ഥാൻ റാണയുടെ കാര്യത്തിൽ ഞങ്ങളുടെ പൗരനല്ല എന്ന് പറഞ്ഞ് മാറുന്നുണ്ടെങ്കിലും റാണ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പാകിസ്ഥാനിലെ പട്ടാള മേധാവികളുടെ ചരിത്രമായിരിക്കും. അവരിൽ ചിലർ സർവീസ് വിട്ടുപോയവരായിരിക്കും, റിട്ടയർ ചെയ്തവരായിരിക്കും. എന്തായാലും നിലവിലുള്ളതും വിട്ടുപോയവരുമായ പാകിസ്ഥാൻ പട്ടാള മേധാവികളുടെ പേരുകൾ പുറത്തു വരും. അത് വരുമ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പാകിസ്ഥാൻ ഇനിയെങ്കിലും ഈ നടപടികൾ മതിയാക്കി നമ്മുടെ രാജ്യവുമായി സൗഹൃദമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് കാശ്മീരിനെ പിളർത്തി കാശ്മീരിനെ കൈയടക്കാമെന്ന് പറഞ്ഞു. അത് ആ മോഹം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റ് ഹോട്ട്സ്പോട്ടുകൾ, ഉദാഹരണമായി നമ്മുടെ തീവ്രവാദത്തിൻ്റെ ചരിത്രം ഒരുപക്ഷെ ആധുനിക ലോകത്തെ ഏറ്റവും ആദ്യം ബാധിച്ച ഒരു രാജ്യം ഇന്ത്യയാണ്. അത് 1984 സിഖ് തീവ്രവാദം വന്നത് ചിലരെങ്കിലും ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. ആ സിഖ് തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് പാകിസ്ഥാനും പിന്നെ കാനഡ പോലുള്ള ചില രാജ്യങ്ങളുമാണെന്നൊക്കെ ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ആ സിഖ് തീവ്രവാദത്തെക്കുറിച്ച് നമ്മൾ അത് അന്തർദേശീയ തീവ്രവാദമായി മാറും എന്ന് ഐക്യരാഷ്ട്രസഭയിലും മറ്റും നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അതിനെ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാത്ത പല വികസിത മുതലാളിത്ത രാജ്യങ്ങളെല്ലാം പിൽക്കാലത്ത് സെപ്റ്റംബർ 11, 2001 സംഭവിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ അന്തർദേശീയ തീവ്രവാദം ലോക സമാധാനത്തിന് വലിയൊരു ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഭാരതം പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഒരുപാട് വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ അതിനുശേഷമുണ്ട പരിശ്രമങ്ങളുടെ ഫലമായി അമേരിക്ക സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അന്തർദേശീയ ഇസ്ലാമിക് തീവ്രവാദം ഇത് വലിയൊരു വെല്ലുവിളിയായി മാറുന്നുവെന്ന് അമേരിക്കയ്ക്കും മറ്റു പല രാജ്യങ്ങൾക്കും, യുണൈറ്റഡ് കിങ്ഡം, യൂറോപ്പിലെ രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങൾക്ക്, ഓസ്ട്രേലിയക്ക് പോലും അത് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്.
അതിനുശേഷം എടുത്ത നടപടികളിൽ നമ്മുടെ സഹായം അമേരിക്കയും മറ്റു രാജ്യങ്ങളുമൊക്കെ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ നൽകിയിട്ടുമുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ നവംബർ 26, 2008 സംഭവിച്ചത് നമ്മുടെ ബോർഡേഴ്സിൽ കൂടി വരിക എന്ന് കരമാർഗമല്ല, കടൽ മാർഗമാണ് വരുന്നത്. അപ്പം നമ്മുടെ കരമാർഗമായാലും കടൽ മാർഗമായാലും മറ്റ് രാജ്യങ്ങൾക്ക് കടന്നു വരാൻ ചില മേഖലകളുണ്ട്. ഉദാഹരണമായി കടലിൽ നിന്ന് രഹസ്യമായി വന്നെത്തുക, അതിനെതിരെ ഒരു മാരിടൈം സെക്യൂരിറ്റി ശക്തിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെ, ഹിമാലയൻ പർവ്വതനിരകൾ അങ്ങനെ വളരെയധികം വ്യാപിച്ചു കിടക്കുകയാണ്. അത് ഇന്ത്യയിലും ചൈനയിലും പാകിസ്ഥാനിലും മാത്രമല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അത് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലാൻഡിൻ്റെ കണ്ടിന്യൂറ്റി ആയാലും അതോടൊപ്പം തന്നെ മാരിടൈം സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിലും ഇവിടെയെല്ലാം നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഈ സംഭവം നമുക്ക് ഒരു വലിയൊരു വാർണിംഗ് ആണ് തരുന്നത്. കാരണം രാജ്യത്തിൻ്റെ പരമാധികാരവും ദേശീയ സുരക്ഷയും നമുക്കൊരിക്കലും ഉപേക്ഷ വിചാരിക്കാൻ പറ്റില്ല. അതിന് ഏറ്റവും പ്രാധാന്യം നൽകിയേ പറ്റൂ. എന്തായാലും മോദി ഗവൺമെൻറ് 2019 ഇക്കാര്യത്തിൽ അമേരിക്കയെ കടുത്ത സമ്മർദ്ദത്തിലാക്കാനുള്ള നടപടികൾ എടുത്തത്. അതിനുശേഷം നടത്തിയ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആയാലും ലീഗൽ ഇനിഷ്യേറ്റീവ്സ് ആയാലും മറ്റ് സിവിലിയൻ ഇനിഷ്യേറ്റീവ്സ് ആയാലും അതിൻ്റെ എല്ലാം പൂർണ്ണ രൂപം കഴിഞ്ഞ 6 വർഷമായി നടന്നതിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് റാണ നമ്മുടെ നാട്ടിലെത്തിയത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായത് അവിടെ വളരെ പെട്ടെന്നൊന്നും അമേരിക്ക കൈമാറി എന്നുള്ളതല്ല. ഇതിന് നിരന്തരമായി ഡിപ്ലോമാറ്റിക് ലെവലിൽ ലോബിയിങ് നടത്തി. അതോടൊപ്പം തന്നെ നിയമപരമായ നടപടികൾ നമ്മൾ എടുത്തു. അന്തർദേശീയ തീവ്രവാദ നിയന്ത്രണ നിയമത്തെക്കുറിച്ചും മറ്റും നമ്മൾ കാര്യമായി തന്നെ അമേരിക്കയെ പ്രസ് ചെയ്തു. മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദവും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അമേരിക്ക കൈമാറാൻ തയ്യാറായി. ഇനി നമുക്ക് അമേരിക്കൻ പൗരനാണ് എന്ന് സാങ്കേതികമായി വിളിക്കുന്ന ഡേവിഡ് ഹെഡ്ലിയെ കൂടി കൈമാറണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇത് രണ്ടും തുടർച്ചയായിട്ട് വേണം. കാരണം ഇവർ രണ്ടുപേരും കോർഡിനേറ്റ് ചെയ്ത് ISIയുടെ സാമ്പത്തിക സഹായവും ബുദ്ധിശക്തിയിലും കൂടി ചേർന്നതാണ് മുംബൈ സംഭവം നവംബർ 26, 2008 നടന്നത്. അത്രയും ഭീകരമായ സംഭവത്തെക്കുറിച്ച് നമ്മൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്, പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വായിച്ച ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ രത്തൻ ടാറ്റയുടെ ജീവചരിത്രത്തെക്കുറിച്ച് സമീപകാലത്ത് ഇറങ്ങിയ വലിയൊരു ബൃഹത്തായ ഒരു ഗ്രന്ഥത്തിൽ ഈ ടാജ് ആക്രമണത്തെക്കുറിച്ച് വളരെ വിപുലമായി തന്നെ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര ക്രൂരമായിട്ടാണ് 170ഓളം ആൾക്കാരെ ഈ തീവ്രവാദികൾ കൊന്നത്. അജ്മൽ കസ്മലിൻ്റെ നേതൃത്വത്തിൽ 166-170ഓളം ആൾക്കാരെ കൊല്ലപ്പെടുകയും 200-ലേറെ ആൾക്കാർ മുറിവേൽക്കുകയും ചെയ്തു. പക്ഷേ അവർക്കെല്ലാം അവരുടെ കുടുംബങ്ങളെല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ടാജിലെ തൊഴിലാളികൾക്ക് തൊഴിൽ അവസരങ്ങൾ കൊടുക്കാനും എല്ലാം ടാജ് കമ്പനി വന്നു, രത്തൻ ടാറ്റ വന്നു, കേന്ദ്ര ഗവൺമെൻറ്റും വന്നു. ഇതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടത് ഈ പ്രശ്നത്തിന് ഈ ടാജിലെ ആക്രമണം നടക്കുമ്പോൾ അത് ഒരു ദിവസം കൊണ്ടോ പെടുന്നനവേ നടത്തിയൊരു ആക്രമണം എന്ന് പറയാൻ പറ്റില്ല. 4 ദിവസത്തോളം എടുത്ത് ഈ തീവ്രവാദികളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ. അജ്മലിനെ മാത്രമേ നമുക്ക് ജീവനോട് കിട്ടിയുള്ളൂ, ബാക്കി എല്ലാവരെയും വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞു. പക്ഷെ നമ്മൾ അതിനിടയ്ക്ക് അതിനകത്ത് താമസിച്ച സന്ദർശകരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ജീവനക്കാരുൾപ്പെടെയുള്ള നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അവരെയൊക്കെ ആ കുടുംബത്തേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അതോടൊപ്പം ഇന്ത്യൻ സായുധ സേനയിലും പോലീസിലുമൊക്കെ പ്രവർത്തിച്ച ആൾക്കാർ, പ്രത്യേകിച്ച് നമുക്ക് സായുധ സേനയിലുണ്ടായിരുന്ന മലയാളിയായ മേജർ ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം പോലീസിലുള്ള ഹേമന്ത് കരാഖരെ തുടങ്ങിയ നിരവധി പോലീസ് പട്ടാള മേധാവികൾ, അതോടൊപ്പമുള്ള ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, പോലീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺസ്റ്റബിൾ ലെവൽ തൊട്ട് മുകളിലോട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ ജീവത്യാഗം ഇതിനകത്തുണ്ട്. അവരുടെ കൂട്ടായ പരിശ്രമത്തിലാണ് ടാജ് ഹോട്ടൽ മോചിക്കപ്പെടാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ ആലോചിക്കുമ്പോൾ തീവ്രവാദികൾ ചെയ്ത് എത്ര സാഹസമാണെന്ന് ആലോചിക്കണം. ഒരു വലിയൊരു രാജ്യത്തെ കേവലം 10ഓളം പേര് അടങ്ങുന്ന ഒരു തീവ്രവാദികൾ കടലിൽ കൂടി വന്ന് ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് തികഞ്ഞ തീവ്രവാദ സ്വഭാവമാണ്. ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ISIയും ലഷ്കർ-ഇ തോയ്ബയുമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. അവരുടെ പ്രവർത്തനങ്ങൾ ഇനിയും ആൻറ്റി ഇന്ത്യ നേച്ചറിൽ ഉള്ളതാണ്. അത് ഇന്ത്യ വിരുദ്ധതയാണ് പാകിസ്ഥാൻ്റെയും ISIയുടെയും മുഖമുദ്ര. അത് മാത്രമല്ല, അതിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് എന്നും പാകിസ്ഥാന് ഒരുമിച്ച് നിൽക്കാം, അവരുടെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ചിന്ത ഭാവിയിൽ വലിയ പ്രസക്തി കാണുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ സാമ്പത്തികമായി പാകിസ്ഥാൻ കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഭാവിയിൽ പാകിസ്ഥാൻ ചിതറിപ്പോകാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വലിയ വാദങ്ങളും പ്രതിവാദങ്ങളൊന്നും കേൾക്കുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലെത്തി. അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ സഹായം കിട്ടുന്നില്ല. അവർ തീവ്രവാദം വളർത്തിയതിൻ്റെ ഫലം അവർ അനുഭവിക്കുകയാണ്. ആ ചുരുക്കത്തിൽ അവിടുത്തെ പൊതുസമൂഹം തന്നെ പാകിസ്ഥാൻ്റെ നടപടികളെക്കുറിച്ച്
വിമർശിക്കുന്നുണ്ട്. അവരോടൊപ്പം സ്വതന്ത്രമായ ഭാരതം ഇന്ന് എവിടെ നിൽക്കുന്നു, പാകിസ്ഥാൻ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് അവിടുത്തെ തന്നെ സ്വതന്ത്ര ചിന്തകർ പാകിസ്ഥാനെ വിമർശിക്കുന്നത് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ചുരുക്കത്തിൽ റാണയുടെ ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് നമ്മുടെ ഡിപ്ലോമാറ്റിക് ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വിജയമാണ്. അതോടൊപ്പം തീവ്രവാദത്തെ നമ്മൾ ഒട്ടും കുറച്ചു കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ ഇത് റാണയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കി പാകിസ്ഥാന് എത്രത്തോളം ഇൻവോൾവ് ആണ്, അതിൽ പാകിസ്ഥാനിലെ പട്ടാളക്കാർ എത്രത്തോളം, മേധാവികൾ എത്രത്തോളം ഇൻവോൾവ് ആണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ എന്ത് നടപടിയെടുക്കും, പ്രത്യേകിച്ച് റാണ പോലുള്ള ഒരാൾക്കാരെ എന്ത് തരത്തിലുള്ള ശിക്ഷ കൊടുക്കും, കഠിനമായ ശിക്ഷ തന്നെ വേണം. അതും അക്കാര്യത്തിൽ നമ്മൾ ഒട്ടും പിന്നോക്കല്ല എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ നിലപാടുകൾക്ക് ഒരു ശക്തമായ ഒരു വഴികാട്ടിയായി ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം ദേശീയ സുരക്ഷയും ദേശീയ പരമാധികാരവും രാജ്യ താല്പര്യവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് മുംബൈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.